നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CPM നേതാവ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇന്നലെ EP ജയരാജൻ കൂടി പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് ഈ തീരുമാനം. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ കൂടി പങ്കെടുക്കാതെ EP ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയിരിക്കുകയാണ്. EP ജയരാജൻ, ജാവേക്കർ, ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച വലിയ രീതിയിൽ വിവാദമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നേതൃത്വം കടന്നത്. കൂടിക്കാഴ്ച പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്ന വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് സമയത്തേ ഉണ്ടായിരുന്നു. എന്തായാലും EP ജയരാജൻ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തുപോയ സാഹചര്യത്തിൽ ആ സ്ഥാനത്തേക്ക് ഇനി ആര് വരും എന്ന ചോദ്യം ശക്തമായിരുന്നു. EPക്ക് പകരക്കാരനായി മുൻ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TP രാമകൃഷ്ണൻ എത്തിയേക്കുമെന്നാണ് സൂചന. ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതിയിൽ രാമകൃഷ്ണന്റെ പേര് മുന്നോട്ട് വയ്ക്കും. പാർട്ടി തീരുമാനം അറിഞ്ഞിട്ടില്ലെന്നാണ് രാമകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് BJP പ്രവേശന ചർച്ചാ വിഷയത്തിൽ പ്രതിരോധത്തിലാക്കിയതിൽ EP ജയരാജനെതിരെ CPMൽ അമർഷം ശക്തമായിരുന്നു. അതിപ്പോൾ വൻ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EPക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. സംസ്ഥാന സമിതി യോഗം EP LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. LDF കൺവീനർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് സംസ്ഥാന സമിതി യോഗത്തിൽ പോലും പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് അദ്ദേഹം മടങ്ങിപ്പോവുകയായിരുന്നു. BJP പ്രഭാരി പ്രകാശ് ജാവേക്കറിനെ ദല്ലാൽ നന്ദകുമാറിനൊപ്പം തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ സന്ദർശിച്ചതാണ് EPയുടെ കസേര തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. BJPയിലേക്ക് വരാൻ ചർച്ച നടത്തിയ മുതിർന്ന CPM നേതാവ് LDF കൺവീനർ EP ജയരാജൻ എന്ന് ശോഭാ സുരേന്ദ്രനായിരുന്നു ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയത്. BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് 90% ചർച്ചകൾ EP ജയരാജൻ പൂർത്തിയാക്കിയിരുന്നതെന്നും എന്നാൽ എന്തുകൊണ്ടാണ് പിന്മാറിയതെന്നും വെളിപ്പെടുത്തേണ്ടത് EP ജയരാജനാണെന്നുമായിരുന്നു ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചത്. പിണറായി വിജയനോളം ഇത്രയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു CPM നേതാവിനെ BJPയിൽ എത്തിക്കുന്നത് ചർച്ച ചെയ്യുന്നതിന് തന്നെ വന്ന് കണ്ടയാളാണ് TG നന്ദകുമാർ എന്നായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ ആദ്യ പ്രതികരണം. എന്നാൽ നേതാവിന്റെ പേര് വെളിപ്പെടുത്താൻ അവർ തയ്യാറായിരുന്നില്ല. 2 ദിവസത്തിനകം നന്ദകുമാർ തന്നെ വിഷയത്തിൽ പ്രതികരിക്കണമെന്നായിരുന്നു ശോഭയുടെ ആവശ്യം. ലോക്സഭാ വോട്ടെടുപ്പ് ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ EP ജയരാജന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. EP ജയരാജന്റെ പ്രകൃതം എല്ലാവർക്കും അറിയാലോ. എല്ലാവരുമായി കൂട്ടുകൂടും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പാപിയുമായി ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാപിയായി മാറും. കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്തണം. ഉറക്കം തെളിഞ്ഞാൽ ആരെ പറ്റിക്കാമെന്ന് ആലോചിക്കുന്ന ചിലരുണ്ട്. അത്തരം ആളുകളുമായുള്ള ലോഹ്യം അല്ലെങ്കിൽ കൂട്ടുകെട്ട്, സൗഹൃദം എന്നിവ സാധാരണഗതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സഖാവ് EP ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ ജാഗ്രത പുലർത്താറില്ലെന്ന് നേരത്തെയുള്ള അനുഭവമാണ്. ഇത്തരം ആളുകളുമായുള്ള കൂട്ടുകെട്ടുകളിൽ EP ജയരാജൻ ശ്രദ്ധിക്കണമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത്. എന്നാൽ ആ ഒരു വിഷയം പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ പുകയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം സംസ്ഥാന സമിതി യോഗം ചേർന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് അനുമാനം. മാത്രമല്ല ഇന്ന് ഈ EP ജയരാജൻ, പ്രകാശ് ജാവേക്കർ കൂടിക്കാഴ്ച പാർട്ടിയിൽ ചർച്ചയാകാൻ ഇരിക്കവെയാണ് ഇത്തരത്തിലൊരു, അതായത് ഈ സ്ഥാനം തന്നെ അദ്ദേഹത്തിന് പുറത്താക്കി എന്നൊരു വിവരവും കൂടി പുറത്തു വരുന്നത്. മാത്രമല്ല അദ്ദേഹം ഈ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് മടങ്ങുകയും കൂടി ചെയ്തതോടെ ഏതാണ്ട് ഉറപ്പിച്ചിരുന്നു. പിന്നീട് ഔദ്യോഗികമായി തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന ഒരു ഔദ്യോഗിക അറിയിപ്പ് വരികയായിരുന്നു. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ ഗോളത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഞെട്ടലുളവാക്കുന്ന വാർത്ത തന്നെയാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന വിവരം. അതും BJP ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള ഒരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രകാശ് ജാവേക്കർ തന്റെ വീട്ടിൽ വന്നുവെന്നും എന്നാൽ വീട്ടിൽ വരുന്ന ഒരാളെ എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറയുമെന്നും EP ജയരാജൻ ഈ ഒരു വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം വീട്ടിൽ വന്നു, താൻ എങ്ങോട്ടോ പോകാൻ ഇറങ്ങി നിന്നപ്പോഴായിരുന്നു പ്രകാശ് ജാവേക്കർ തന്റെ വീട്ടിലേക്ക് വന്നത്. ആ സമയം തന്നെ താൻ പുറത്തു പോവുകയാണെന്നും നിങ്ങൾ ഇരിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് താൻ ഉടനെ പുറത്തു പോയി രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്നതടക്കമുള്ള വിശദീകരണം EP ജയരാജൻ നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ ആ ഒരു വിഷയം, ആ ഒരു കൂടിക്കാഴ്ച, അതിന് പിന്നാലെ വന്ന ആരോപണങ്ങൾ എല്ലാം ഈ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.